ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ KMCLയുടെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്ന് കാണുന്നതിന് ക്ഷണിക്കുകയാണ്. വിനയപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു സാർ. സാർ, KMCL കേരളം മാത്രം ക്വാളിറ്റി അഷ്വർ ചെയ്തുകൊണ്ടാണ് സാർ നമ്മൾ മരുന്നുകൾ വാങ്ങിക്കുന്നത്. ഇനി അങ്ങനെ വാങ്ങിക്കുന്ന, അതായത് കേന്ദ്ര ഡ്രഗ്സ് കൺട്രോളർ അംഗീകരിച്ചിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പ്രകാരം കടന്നു വരുന്ന മരുന്നുകൾ മാത്രമാണ് വാങ്ങിക്കുന്നത് എന്ന് ഉറപ്പാക്കുന്ന സംസ്ഥാനമാണ് സാർ KMCL. അത് ആ രീതിയിലാണ് മരുന്ന് പ്രൊക്യൂർ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞു കൊല്ലത്ത് ഇൻസുലിൻ ഇല്ല. 60,000 വയൽ ഇൻസുലിൻ ഇപ്പോൾ കൊല്ലത്തുണ്ട്. ഞാൻ രാവിലെ ചെക്ക് ചെയ്തതാണ് സാർ. സാർ, അതുപോലെ എറണാകുളത്ത് ആന്റിബയോട്ടിക്സ് ഇല്ല എന്ന് പറഞ്ഞു. ആന്റിബയോട്ടിക്സ് ഉണ്ട് സാർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു പ്രശ്നം താൽക്കാലികമായി ഉണ്ടായി സാർ. ആ താൽക്കാലികമായി ഉണ്ടായിട്ടുള്ള പ്രശ്നം എന്തുകൊണ്ടുണ്ടായതാണ്? സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. ഈ സർക്കാരിൻ്റെ തുടക്കകാലത്ത് ഒരു ഉദാഹരണം മാത്രം പറയാം, ഞാൻ എല്ലാ സ്കീമുകളും എടുത്തു പോകുന്നില്ല. ഈ സർക്കാരിൻ്റെ തുടക്കകാലത്ത് 8,000 ഡയാലിസിസ് ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഫ്രീ ആയിട്ട് ചെയ്തിരുന്നത്. ഇന്ന് സാർ 21,000 ഡയാലിസിസ് ആണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് രീതിയിലാണ് സാർ. KMCLയുടെ നോർമൽ സപ്ലൈ ചെയിനിൽ എല്ലാ മരുന്നുകളും ഉണ്ട് എന്നുള്ളത് സ്റ്റേറ്റ് എൻഷുർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ചില സ്കീമുകളിൽ ലോക്കലായിട്ടുള്ള പ്രൊക്യൂർമെന്റ് നടക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് HDCയുടെ ഫണ്ട് വഴി. അപ്പോൾ ഇത്രയും അധികം വർധന ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ലോക്കൽ പ്രൊക്യൂർമെന്റിന് മെഡിക്കൽ കോളേജ് എന്നുള്ള നിലയിൽ അവർക്ക് സാധിക്കാതെ വന്നൊരു സാഹചര്യത്തിൽ സ്റ്റേറ്റ് ഇടപെട്ടുകൊണ്ട് കാരുണ്യ വഴി ആ മരുന്ന് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. അത് പരിഹരിച്ചു പോരുന്നുമുണ്ട് സാർ.